ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനിസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ റെയിൻബോ ചോളത്തിൻ്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത്. റെയിൻബോ ചോളത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം അത് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം, എപ്പോഴാണ് അത് നടേണ്ടതെന്നും എപ്പോഴാണ് അതിൻ്റെ വിളവിൻ്റെ സമയമെന്നും ഒക്കെ നമുക്ക് കാണാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് മിനിസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നല്ല നല്ല ടിപ്സുകളും ട്രിക്സുകളും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ റെയിൻബോ ചോളം എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മുടെ മഴവിൽ ചോളം എന്നാണ്, മഴവിൽ ചോളം എന്ന് പറയും. അപ്പോൾ അതിനകത്ത് പല കളറ് വിത്തുകൾ കാണും. ഇതിപ്പോൾ ഞാനൊരു ജൂൺ മാസമൊക്കെ ആയപ്പോൾ നട്ട എൻ്റെ റെയിൻബോ ചോളം ആണ്. ഇപ്പോൾ അതിൽ നന്നായിട്ട് പൂത്ത് കണ്ടോ, മേളിൽ പൂത്ത് നിൽക്കുന്നുണ്ടോ, അതിനകത്ത് നന്നായിട്ട് തേനീച്ചകളൊക്കെ വന്ന് ഇങ്ങനെ പരാഗണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുവാണ്. അപ്പം നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം നമ്മളിത് ചോളം, ഏത് ചോളം ആയാലും നടാനായിട്ട്. നല്ല മണ്ണും നല്ല അടിപൊളി മണ്ണായിരുന്നെങ്കിൽ മാത്രമേ, നല്ല നീർവാഴ്ചയുള്ള മണ്ണാണെങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ചോളം പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതാണ് ചോളത്തിൻ്റെ വിത്തുകൾ. കണ്ടോ, പല കളറാണ് അതിനകത്ത്, പല പല കളറുകൾ കാണും. നമ്മൾ നടുമ്പോഴും ഒറ്റ ലൈനായിട്ട് അങ്ങ് നടുന്നതിനേക്കാൾ നല്ലത് നമ്മളിങ്ങനെ ഒരു കുറച്ച് സ്ഥലം എടുത്തിട്ട് അതിനകത്ത് നമ്മൾ ഒരു 10-25 അങ്ങനെ നടുകയെന്നുണ്ടെങ്കിൽ പരാഗണത്തിന് ഏറ്റവും നല്ല സൗകര്യം ഇങ്ങനെ ചെയ്യുന്നത് ആണെന്നാണ്. അപ്പം ഇങ്ങനെ നടാനായിട്ട് ശ്രമിക്കുക. ഇപ്പം എപ്പോഴും നമ്മുടെ പറമ്പിൽ ഇത് 2-3 ചെടിയെങ്കിലും നടുന്നത് നല്ലതാണ് കേട്ടോ. അപ്പം ഇഷ്ടംപോലെ തേനീച്ചകൾ വരാനും അതേപോലെ തന്നെ നമ്മുടെ ചെടികളിലൊക്കെ ഇങ്ങനെ പരാഗണം നടക്കാനും ഇത് വളരെ ഉപകരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ വിത്തുകളെന്ന് പറഞ്ഞാൽ രാത്രിയിൽ നമുക്ക് വെള്ളത്തിൽ കുതിർത്തിട്ട് രാവിലെ നടാം. അതല്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് മണ്ണിൽ കൊണ്ടുവന്ന് നടാം. അപ്പോൾ ഞാൻ ഇട്ടത് ഡയറക്റ്റായിട്ട് ഇട്ട് നട്ടായിരുന്നു. അത് നല്ല ഒന്നാന്തരമായിട്ട് കിളിച്ചു വന്നപ്പോഴേ എനിക്ക് അതിന് വലിയ ആരോഗ്യമൊന്നും ഉള്ളതായിട്ട് തോന്നിയില്ല. പിന്നെ അത് വളർന്ന് വരുന്നതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ മണ്ണൊക്കെ കയറ്റി കൊടുത്തു, വളമൊക്കെ ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് ഇപ്പോൾ നല്ല ഉഷാറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കണ്ടില്ലേ, കായൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ടോ. അപ്പോൾ ഇതേപോലെ ഇറങ്ങി വരും കണ്ടോ. നമ്മുടെ മുടി മാതിരി ഇതേപോലെ ആദ്യം ഇലയുടെ അടുത്തുനിന്ന് ഇത് കണ്ടില്ലേ. അപ്പം അതിൻ്റെ ഇലയുടെ അടിയിൽ നിന്നാണ്, ഈ തണ്ടിൻ്റെയും ഇലയുടെ ഇടയ്ക്ക് നിന്നാണ് നമുക്ക് ചോളം കിളിച്ച് വരുന്നത്. ആദ്യം ഇങ്ങനെ മുടി പോലെ ഇങ്ങനെ വരും. നല്ല രസമാണ് കാണാൻ, നോക്കിക്കുക, നല്ല അടിപൊളിയായിട്ട്. ഇത് ഈ ആദ്യം എല്ലാവരും കരുതും ഈ പൂത്ത് നിൽക്കുന്നത് വരുമ്പോൾ ഇതിനകത്തെങ്ങാണ്ടാണ് കാ പിടിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുവാണേ. അറിയാവുന്നവർക്കൊക്കെ ഇതെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യം കരുതും ഇതിനകത്താണ് ചോളം പിടിക്കുന്നതെന്ന്. അല്ല, അതിൻ്റെ നമ്മുടെ കാ പിടിക്കുന്നതിൻ്റെ ലക്ഷണമാണ് പൂത്ത് വരുന്നത്. അപ്പം പിന്നെയാണ് ഇതിനകത്തോട്ട് ഇങ്ങനെ കായ വരുന്നത്. അപ്പം ചിലതിനകത്ത് 2-3 എണ്ണമൊക്കെ കാണും, ചിലതിനകത്ത് 1 കാണത്തുള്ളൂ. ഇപ്പോൾ എന്താണ്ട് ഇതിനകത്ത് 2 എണ്ണം വന്നിട്ടുണ്ട് കണ്ടോ. ഇനി മേലോട്ട് ഇല്ല, 2 എണ്ണം കാണും, ചിലതിനകത്ത് 1 എണ്ണം കാണും. അപ്പം റെയിൻബോ ചോളം അല്ലേ. ഇപ്പോൾ എന്താണ്ട് ഇതിൻ്റെ മുടി പൂക്കളിങ്ങനെ വരുന്നതേ, ഇതിൻ്റെ തുമ്പത്ത് വരുന്ന മുടി പോലെയുള്ള ഈ ഭാഗം പലതിലും പല കളറായിട്ടാണ് വരുന്നത്. ഇതിനകത്ത് അതാണ്ട് നല്ല ഒരു ബ്രൗണിഷ് കളറാണ്. പിന്നെ വരുന്നത് ക്രീം കളറാണ്. ഇതിൽ തന്നെ 2 കളറും കൂടെ ചേർന്നാണ് വരുന്നത്. അങ്ങനെ ചിലർ ചോദിക്കാൻ റെയിൻബോ ചോളം എന്ന് പറഞ്ഞിട്ട് എന്താണ് ഇങ്ങനെയൊക്കെയെന്ന് ചോദിക്കാറുണ്ട്. അപ്പം പല കളറിലാണ് ഇത് പ്രത്യക്ഷപ്പെടുന്നത്. ഇപ്പം പൊതുവേ എല്ലാവരും ആഹാരമൊക്കെ ചോറ്, കപ്പ അങ്ങനെയുള്ള ഗോതമ്പ് ഒക്കെ കുറച്ചിട്ട്, ഗോതമ്പ് കഴിക്കാം എന്നാലും സ്വല്പം കുറച്ചിട്ട് ഇപ്പം മില്ലറ്റിലോട്ട് തിരിഞ്ഞിരിക്കുക. ഇപ്പം ചോളം, ബജ്റ, റാഗി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് എല്ലാവരും കഴിക്കുന്നത്. അപ്പം കുറച്ച് നമ്മുടെ പറമ്പിലൊക്കെ നമ്മളൊരു 50 മൂടമൊക്കെ നടുകയെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്കും ചോളമൊക്കെ വിളവെടുത്ത് പൊടിച്ച് നമുക്ക് ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കാം. പുട്ട്, ദോശ, എന്ത് വേണമെന്നുണ്ടെങ്കിലൊക്കെ ഉണ്ടാക്കി കഴിക്കാം. നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് ചോളം എന്നൊക്കെ പറയുന്നത്. ഇഷ്ടംപോലെ നാരുകളും കാര്യങ്ങളും ഒക്കെ അടങ്ങിയിരിക്കുന്നുണ്ട്. ഷുഗറുകാർക്കൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പം എല്ലാവരും അത് കുറച്ചെങ്കിലും നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെ ഇത് ഞാൻ നട്ടതിന് ശേഷം ഇത് കിളിച്ച് വന്നപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ മണ്ണ് കൂട്ടിയിട്ട് കൊടുക്കും. പിന്നെ ചാണകപ്പൊടി, കോഴിവളം ഇതൊക്കെ നമ്മൾ ഇടയ്ക്കിട്ട് കൊടുക്കാം. പിന്നെ ജൈവ സ്ലറി, അപ്പം അതെല്ലാം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ടങ്ങ് കിളിച്ച് വന്നോളും. പിന്നെ ഇതിനകത്ത് ആവശ്യം എന്ന് പറഞ്ഞാൽ കാറ്റ് വരുമ്പോൾ ചാഞ്ഞു പോകാതെ ഇരിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യുന്നത് നല്ലതാണ്. എൻ്റെ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ കാറ്റിനെല്ലാം ചാഞ്ഞു പോയായിരുന്നു. അപ്പോഴത്തേക്കും ചോട്ടിലെല്ലാം ഇവിടെ തന്നെ നിന്ന പുല്ലുകളെല്ലാം പറിച്ച് അതിൻ്റെ ചോട്ടിലിടുകയും മണ്ണെല്ലാം അടുപ്പിച്ച് കൊടുത്തപ്പോഴത്തേക്ക് അവരെല്ലാം ഉഷാറായിട്ട് വരികയും ചെയ്തു. അപ്പം എല്ലാവരും എന്താണ് നമ്മുടെ പറമ്പിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ ഗ്രോ ബാഗിനകത്തോ ടെറസിലോ ഒക്കെ ഒരു 10 മൂടെങ്കിലും നടാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെ ഇതെന്ന് വെച്ചാൽ നമുക്ക് പുഴുങ്ങി കഴിക്കാൻ നല്ല സൂപ്പറാണ് കേട്ടോ. കുക്കറിനകത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ടിട്ട്
നമ്മുടെ ഈ ചോളം കൂടെ പറിച്ചതിനകത്ത് ഇട്ടിട്ട് ഒരു 2-3 വിസിൽ കേൾപ്പിക്കുകയെന്നുണ്ടെങ്കിൽ അത് നല്ല സൂപ്പറാണ് കഴിക്കാൻ. പിന്നെ നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ അത് ഇങ്ങനെ കനലിൽ ചുട്ടെടുത്തിട്ട്, ഇവിടെ നമ്മുടെ നാട്ടിലും കിട്ടും, കനലിലൊക്കെ ചുട്ടെടുത്തിട്ട് അതിനകത്ത് നാരങ്ങനീരും ഉപ്പും മസാലയൊക്കെ തേച്ച് ഇങ്ങനെ കിട്ടാറുണ്ട്. അപ്പം വഴിയോരത്ത് ഇങ്ങനെ വയ്ക്കുമ്പോൾ അതൊക്കെ ഇങ്ങനെ ആൾക്കാർ വാങ്ങിച്ച് കഴിക്കാറുണ്ട്. അപ്പം വഴിയോരത്ത് നിന്ന് കഴിക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് നടുവാന്നുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് കഴിച്ചുകൂടെ. അപ്പം ഈസി ആയിട്ട് നമുക്ക് നട്ടുപിടിപ്പിക്കാമെന്നുള്ള വലിയ ചിലവും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും റെയിൻബോ ചോളം അതേപോലെ തന്നെ സ്വീറ്റ് കോൺ ഒക്കെ കിട്ടുകയെന്നുണ്ടെങ്കിൽ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇതിൻ്റെ വിത്തുകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minisslifestyle.com എന്ന് വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം വിത്തുകൾ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. കൂടാതെ വാട്സപ്പ് നമ്പറും കൂടെ കൊടുത്തേക്കാം. കുറേ പേർക്ക് വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കാനുള്ളടത്ത് പ്രായമായവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ പറയാറുണ്ട് ഞങ്ങൾക്ക് വെബ്സൈറ്റിൽ കയറി നോക്കാൻ അറിയത്തില്ല, വാങ്ങാൻ അറിയത്തില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും അറിയാൻ വയ്യാത്തവർക്കൊക്കെ ആ നമ്പറിൽ മെസ്സേജ് ചെയ്താലും മതിയാകും. പിന്നെ പൊതുവായിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ കൊച്ചുങ്ങളെയും കൂടെ ഈ കൃഷിയിലോട്ട് ഉൾപ്പെടുത്തണം. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇന്ന് മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ടുകൊണ്ടിരിക്കുക. എല്ലാ കൊച്ചുങ്ങളുടെയും കാര്യമല്ല ഞാൻ പറയുന്നത്. 100 പേരിൽ ഒരു 10 പേരെങ്കിലും അങ്ങനെയൊക്കെ പോകുന്നവരുണ്ട്. അപ്പം അങ്ങനെ പോകാത്തവരെ തള്ളിക്കൊണ്ട് പോകാനും ആൾക്കാരുണ്ട്. അപ്പം അവർക്ക് സ്കൂൾ വിട്ടിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിലേക്ക് വരാനായിട്ടുള്ള ഒരു ടെൻഡൻസി നമ്മൾ വീട്ടിലുണ്ടാക്കി കൊടുക്കണം. എന്ന് വെച്ചാൽ അവരുടെ വീട്ടിലെ പച്ചക്കറി കൃഷികൾ, അതേപോലെ തന്നെ കോഴി വളർത്തൽ, കിളി വളർത്തൽ, അങ്ങനെ പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട മേഖലകളും എന്ന് വെച്ചാൽ മുയൽ വളർത്തൽ, ആട് വളർത്തൽ, ഇങ്ങനെ ഇഷ്ടമുള്ള കുറേ കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അവർ അതൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അവർക്ക് സ്കൂളിലെ പഠിത്തവും കഴിഞ്ഞിട്ട് പെട്ടെന്ന് വീട്ടിൽ വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. അപ്പം അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ കർഷകരെ ആദരിക്കുന്ന ദിവസങ്ങളൊക്കെ കഴിഞ്ഞല്ലോ. അപ്പം കർഷകരെ ആദരിക്കുന്ന ഈ ചിങ്ങം ഒന്നിന് മാത്രം ആദരിക്കാതെ നമ്മൾ കർഷകരെ ബഹുമാനിക്കുക, അവരെ ആദരിക്കുക. അപ്പോൾ നമ്മുടെ കിച്ചണിൽ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും ഒന്ന് ആലോചിച്ച് നോക്കുന്നുണ്ടെങ്കിൽ എന്താണ്, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയും എന്താണ് നമ്മുടെ കർഷകരുണ്ടാക്കുന്ന ഓരോ സാധനങ്ങളാണ്. അപ്പോൾ അവരെ നമ്മൾ നിന്ദിക്കുകയോ ബഹുമാനിക്കാതിരിക്കുകയോ ഒന്നും ചെയ്യരുത്. അപ്പോൾ അവരൊക്കെ ഒന്ന് പണി മുടക്കിയാൽ നമ്മുടെ അടുക്കളയും പുകയത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒരു കടുക്, ജീരകം, ഉലുവ, മല്ലി, മുളക്, അരി, ഇതെല്ലാം ഒരു പല കർഷകരുടെ അധ്വാനം കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം എല്ലാവർക്കും ചിങ്ങം 1 കർഷക ദിനത്തിൻ്റെ ആശംസകളോടെ എല്ലാവർക്കും നേരുകയാണ്. അപ്പം ഇന്നലത്തെ വീഡിയോയിൽ എനിക്ക് പറയാനായിട്ട് പറ്റിയില്ല, അതും കൂടെ നിങ്ങളെ ഒന്ന് അറിയിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കർഷകരെ ബഹുമാനിക്കുക, നമ്മുടെ കൃഷിയിൽ കുഞ്ഞുങ്ങളെ ഉൾപ്പെടുത്തുക, ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.